നിങ്ങൾ ഔറംഗസീബിൻ്റെ റോഡ് മാറ്റിയിട്ട് പാവ APJ അബ്ദുൽ കലാമിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടുപേരെയും അപമാനിക്കലല്ലേ? ഏതോ പത്രക്കാരൻ വിളിച്ചു പറഞ്ഞു APJ അബ്ദുൽ കലാമിന് ഔറംഗസീബിൻ്റെ പേര്. ഔറംഗസീബ് ആരാണ്? APJ അബ്ദുൽ കലാം ആരാണ്? എന്തിനാണ് ഈ വിഡ്ഢിത്തരം ചെയ്തത്? ഒരു രാഷ്ട്രം ഭരിക്കുന്ന പ്രതിഭാശാലികൾ, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർ, അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ തീക്കളി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ തീക്കളി ഈ നാട്ടിലേക്ക് വേണ്ട. കാരണം ഇന്ത്യ നമുക്കറിയാം, ലോകത്തിൽ ഇതുവരെ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചു. നമ്മുടെ സഹോദരന്മാരായ പാകിസ്ഥാൻ വിഭജനം വാങ്ങിപ്പോയപ്പോൾ സാധാരണ പറയാറുണ്ട് മതപണ്ഡിതന്മാരാണ്, മതം പഠിപ്പിച്ചവരാണ് ഇന്ത്യ വിഭജിച്ചത് എന്ന്. ഏറ്റവും തെറ്റായ സമീപനമാണ്. മതം പഠിപ്പിച്ചവരല്ല. ദേവബന്ധു സ്കൂള് വിഭജനത്തിനെതിരായിരുന്നു. നാഷണലിസ്റ്റ് മുസ്ലിമുകളായ നമ്മളെ മൊയ്തു മൗലവി, അബ്ദുൾ റഹ്മാൻ സാഹിബ്, എത്രയെത്ര പേര്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിഭജിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ വിഭജിച്ചത് ആരാണ്? അലിഗറിലെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്ന മിഡിൽ ക്ലാസ് എന്നെ പോലെയുള്ളവർ. പാകിസ്ഥാൻ വിഭജനം വന്നാൽ 100 പേർക്ക് വൈസ് ചാൻസലർ ആവാം, 100 പേർക്ക് MLA-മാരാവാം, വൈസ്രോയിമാരാവാം, ഗവർണർമാരാവാം, സെക്രട്ടറിമാരാവാം, ചീഫ് സെക്രട്ടറി ആവാം, ജഡ്ജിമാരാവാം. അവർക്കൊന്നും ഹിന്ദു ഹൈന്ദവത്തിലെ ആളുകളുമായിട്ട് മത്സരിക്കാൻ കഴിയാത്തപ്പോൾ ഞങ്ങൾക്കൊരു രാജ്യം തന്നെ, ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ ആ സംഘടിത ശക്തിയാണ് ഇന്ത്യ വിഭജിച്ചത്. നിങ്ങൾ പഠിക്കണം.